മാത്രമാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ ഏതാനും വാർഡുകളുടെ വിവരങ്ങൾ ആദ്യം വരുമ്പോൾ അവിടെയും LDFന്റെ ലീഡാണ് ഇപ്പോൾ കാണുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ 5 വാർഡുകളിൽ LDFന്റെ ലീഡുണ്ട്. UDFന് 2 വാർഡുകളിലും NDAക്ക് 2 വാർഡുകളിലുമുള്ള ലീഡാണ്. അത് പക്ഷേ ഗ്രാമപഞ്ചായത്തുകളുടെ ആകെ ലീഡിലേക്ക് അത് പറയാൻ കഴിയുകയില്ല. ഇതാ കൊച്ചി കോർപ്പറേഷനിലെ സൂചനകൾ കൂടി വരുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ ആദ്യ സൂചനകളിൽ ഇടതു മുന്നണിയാണ്. കൊച്ചി കോർപ്പറേഷനിൽ ഒരു വാർഡിൽ ലീഡ് വരുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷന്റെ ആദ്യ ഫല സൂചനകളിൽ ഇടതു മുന്നണിക്കാണ് അവിടെ സൂചനകൾ പുറത്തു വരുന്നത്. യെസ്, 3 വാർഡുകളിൽ അവിടെ ചിത്രം അങ്ങനെ മാറുന്നുണ്ട്. കോർപ്പറേഷനുകളുടെ പൊതുചിത്രത്തിൽ മാറ്റമുണ്ടാവുന്നുണ്ട്. അവിടെ പുതിയ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷനുകളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് കൊച്ചിയിൽ മാത്രമാണ് ഇപ്പോൾ ആദ്യ സൂചനകൾ വരുന്നത് അല്ലേ? കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ ആദ്യ സൂചനകൾ. മറ്റിടങ്ങളിൽ പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. മുനിസിപ്പാലിറ്റികളിൽ കൂടുതൽ വാർഡുകളുടെ വിവരങ്ങൾ വരുമ്പോൾ LDFനാണ് ഒരു മുൻതൂക്കം ഉള്ളത്. UDFന് LDFനേക്കാൾ പിന്നിൽ പോകേണ്ടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ് മുനിസിപ്പാലിറ്റികളിൽ തുടക്ക ട്രെൻഡ് എന്ന് തന്നെ ഇപ്പോൾ കരുതേണ്ടി വരും. NDA ഒരു വാർഡിൽ ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വാർഡ് നേടിയിട്ടുണ്ട്. LDFന് 8 വാർഡുകളിൽ, അതേസമയം UDF 4, മറ്റുള്ളവർ 3, NDA 1 എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. ഗ്രാമപഞ്ചായത്തുകളിലും LDFന്റെ തുടക്ക സമയത്തുള്ള മേധാവിത്വം കാണുന്നുണ്ട്. കോർപ്പറേഷനിലെ വിവരങ്ങൾ കിട്ടിത്തുടങ്ങുന്നേ ഉള്ളൂ. 3 ഇടങ്ങളിൽ LDFന് ലീഡുണ്ട്. കൊച്ചിയിൽ 2 ഇടത്തിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്. യെസ്, അതാണ് ചിത്രം. എന്തായാലും എറണാകുളം കോർപ്പറേഷനിൽ, കൊച്ചി കോർപ്പറേഷനിൽ ഇടതുമുന്നണി 3 ഇടത്ത്, ഒപ്പം 2 ഇടത്ത് അവിടെ UDF എന്നതാണ് ചിത്രം. 5 വാർഡുകളുടെയാണ് മൊത്തം ചിത്രം കൊച്ചി കോർപ്പറേഷനിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം മറ്റ് കോർപ്പറേഷനുകളുടെ ഫലം കൂടി നമുക്ക് വേഗത്തിൽ എടുക്കാനാവും. ഫലസൂചനകൾ കൃത്യമായി തന്നെ വരുന്നുണ്ട്. അത് വേഗത്തിൽ അപ്ഡേഷൻ നടക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യ സൂചനയിൽ ഇടതു മുന്നണിയാണ് ഒരു വാർഡിൽ ലീഡ് ചെയ്യുന്നതെന്നാണ് സൂചനകൾ വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യ വാർഡ് ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്ത് ആദ്യ സൂചനയിൽ ഇടതുമുന്നണി. കൊല്ലം കോർപ്പറേഷനിൽ 7 ഇടത്ത് ഇടതുമുന്നണി, 2 ഇടത്ത് UDF എന്നതാണ് ചിത്രം. അങ്ങനെ വേഗത്തിൽ അപ്ഡേഷൻ. കോട്ടയത്ത് തലപ്പലം പഞ്ചായത്തിലെ ഉണ്ട് LDF 1, UDF 1, NDA 1 എന്നുള്ളതാണ്. അങ്ങനെ ഓരോ പഞ്ചായത്തുകളിലെയും വിവരങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്. യെസ്, വേഗത്തിൽ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്നു. നമ്മുടെ ഏറ്റവും ശ്രദ്ധേയ പോരാട്ടം നടക്കുന്ന കോർപ്പറേഷനുകളുടെ ഫലസൂചന വരുന്നു. പ്രതീക്ഷിച്ചതുപോലെ കൊല്ലത്ത് LDF മുന്നേറ്റം തന്നെ അത് ആദ്യം തന്നെ പ്രകടമാകുന്നു. 7 ഇടത്ത് ഇപ്പോൾ തന്നെ അവിടെ കോർപ്പറേഷനിൽ ഇടതുമുന്നണിയുടെ ലീഡ് ഉണ്ടാവുന്നു. തിരുവനന്തപുരം, എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളത്തെ 5 വാർഡുകളുടെ സൂചന വരുമ്പോൾ 3 ഇടത്ത് ഇടതുമുന്നണി, 2 ഇടത്ത് UDF. തിരുവനന്തപുരത്ത് ഒരിടത്തെ മാത്രമാണ് സൂചന വന്നിരിക്കുന്നത്. അത് ഇടതുമുന്നണി എന്നതാണ് ചിത്രം. ശ്രദ്ധിക്കുക, പോസ്റ്റൽ ബാലറ്റുകളുടെ കണക്ക്. കൊല്ലം കോർപ്പറേഷനിലെ ആദ്യ കണക്കുകൾ. കൊല്ലം